الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ സൂറൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളും നമസ്കാരങ്ങളും എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു തആല പുറത്തു മാപ്പാക്കി സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, സലാസു മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. ഒരു മനുഷ്യന് 3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവരിൽ ഈമാനിൻ്റെ മാധുര്യം ഉണ്ടാകുമെന്നാണ്. ഈമാനിൻ്റെ മാധുര്യം ലഭിക്കുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്ന്, അയ്യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും അവൻ്റെ റസൂലും മറ്റേത് കാര്യങ്ങളെക്കാളും അവൻ ഇഷ്ടമുള്ളതായി തീരുക. നമ്മുടെ ശരീരേച്ഛകൾ, നമ്മുടെ സാമ്പത്തിക മേഖലകൾ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ എന്നതിനേക്കാൾ അപ്പുറം അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായി തീരുമ്പോൾ അവനിൽ ഈമാനിൻ്റെ മാധുര്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യനിൽ ഈമാനിൻ്റെ മാധുര്യം ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യം അയ്യുഹിബ്ബൽ മർഉ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക. അള്ളാഹുവിന് വേണ്ടി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുക. ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അതിലൂടെ അവന് ഈമാനിൻ്റെ മാധുര്യം ലഭ്യമാകുമെന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ മറ്റൊരു വ്യക്തിയുടെ ഒരു സ്ഥാനത്തിനോ മാനത്തിനോ സാമ്പത്തിക ലാഭത്തിനോ മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനു വേണ്ടി മാത്രമാണ് ആ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ അവന് ഈമാനിൻ്റെ മാധുര്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മൂന്നാമത് അയ്യക്റഹ അയ്യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അയ്യുഖദഫ ഫിൽ നാർ. പരിശുദ്ധമായ ഈമാൻ ഇസ്ലാം നമ്മിലേക്ക് അല്ലാഹു തആല നൽകിയിട്ട് ആ ഈമാനിൽ നിന്നും തിരിഞ്ഞ് മറ്റൊരു മതത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തിലേക്ക് പോകുക എന്നുള്ളത് അവനെ തീരിട്ട് കരിക്കുന്നതിന് തുല്യമായി അവൻ വെറുക്കുക. ഇങ്ങനെ ഒരു സാഹചര്യം ഒരു മനുഷ്യൻ ഉണ്ടായാൽ അവനിൽ ഈമാനിൻ്റെ മാധുര്യമുണ്ടായി. അപ്പോൾ പള്ളിയിലേക്ക് മറ്റൊരു പള്ളിയിലേക്ക് വലിയ പ്രയാസമാണ്. മറ്റേതെങ്കിലുമൊക്കെ മതം വരുന്നെങ്കിൽ ഒരു അമ്പലത്തിൽ പൂജയൊക്കെ നടത്തി കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അതിനേക്കാൾ ഇതിനേക്കാൾ എളുപ്പം അതല്ലേ, അത് മതിയായിരുന്നല്ലോ. ഇങ്ങനെയുള്ള ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ, അങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്ന ചിന്താഗതികൾ അവന്റെ മനസ്സിലുണ്ടാകുന്നത് അവനെ തീരിട്ട് കരിക്കുന്നതിന് തുല്യമായി തോന്നുക. പരിശുദ്ധമായ ഈമാൻ അല്ലാഹു തആല അനുഗ്രഹമായിട്ട് നമ്മുടെ മുന്നിലേക്ക് നൽകിയപ്പോൾ ആ ഈമാനെ വലിച്ചെറിഞ്ഞിട്ട് മറ്റൊരു മതത്തിലേക്ക് പോകുക അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തിലേക്ക് പോകുക എന്നുള്ളത് അവനെ തീരിട്ട് കരിക്കുന്നതിന് തുല്യമായി ആ മനുഷ്യനെ തോന്നുക, വെറുക്കുക. ഇങ്ങനെ ഒരു മനുഷ്യന് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനിൽ ഈമാനിൻ്റെ മാധുര്യമുണ്ടായി, ആ മനുഷ്യനുണ്ടായി എന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു തആല പരിപൂർണ്ണ ഈമാൻ നേടുന്ന കാമിലായ ഈമാനുള്ള മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണസമയവും ഈമാനോട് മൗത്താകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.